ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സിനെ പറ്റിയിട്ടാണോ. ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സുകളുണ്ട്. ആ ക്വസ്റ്റ്യൻ വേർഡ്സുകളൊക്കെ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസൊക്കെ ഭാവിയിൽ ഉണ്ടാക്കാൻ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുള്ള സെൻറ്റൻസൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതി, ഒരു സെൻറ്റൻസൊക്കെ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ആ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വേർഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ഹൂ എന്നാൽ WHO, ഹൂ എന്നാൽ ആര് എന്നാണ് അർത്ഥം. വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റേത് അർത്ഥം എന്താണ്? വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ അർത്ഥം എന്ത് എന്നും. വൈ എന്നാൽ എന്തുകൊണ്ട്, വൈ എന്നാൽ എന്താണ്? എന്തുകൊണ്ട്. വെൻ എന്നാൽ എന്താണ് അർത്ഥം? എപ്പോൾ. വെൻ എന്നാൽ എന്താണ് അർത്ഥം? എപ്പോൾ. വേർ എന്നാൽ എന്താണ് അർത്ഥം? എവിടെ. വേർ എന്നാൽ എന്താണ് അർത്ഥം? എവിടെ. അപ്പോൾ ഹൂ എന്നാൽ ആര്, വാട്ട് എന്നാൽ എന്ത്, വൈ എന്നാൽ എന്തുകൊണ്ട്, വെൻ എന്നാൽ എന്താണ്? എപ്പോൾ, വേർ എന്നാൽ എവിടെ. അടുത്തത് ഹൗ. ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെ. വിച്ച് എന്നാൽ ഏത് എന്നാണ് അർത്ഥം ഉണ്ടോ. വിച്ച് എന്നാൽ എന്താണ്? ഏത് എന്നാണ് അർത്ഥം. ഹും എന്നാൽ ആരെ. ഹും എന്നാൽ എന്താണ്? ആരെ. ഹൂസ് എന്നാലോ ആരുടെ. ഹൂസ് എന്നാൽ ആരുടെ. ഹൗ എന്നാൽ എങ്ങനെ, വിച്ച് ഏത്, ഹും ആരെ, ഹൂസ് ആരുടെ. അടുത്ത ഹൗ മെനി. ഹൗ മെനി എന്നാൽ എന്താണ്? എത്ര. ഹൗ മച്ച് എന്തുമാത്രം അല്ലെങ്കിൽ എത്രത്തോളം എന്നൊക്കെ പറയാൻ ഹൗ മച്ച് എന്നാണ് ഉപയോഗിക്കുക. ഫോർ വാട്ട് എന്തിനു വേണ്ടി. ഫോർ ഹും ആർക്ക് വേണ്ടി. ഫോർ വാട്ട് എന്നാൽ എന്തിനു വേണ്ടി, ഫോർ ഹും ആർക്ക് വേണ്ടി. ഹൗ മെനി എന്നാൽ എത്ര, ഹൗ മച്ച് എന്നാൽ എന്തുമാത്രം എത്രത്തോളം, ഫോർ വാട്ട് എന്തിനു വേണ്ടി, ഫോർ ഹും ആർക്ക് വേണ്ടി. അടുത്തത് ഫ്രം ഹും. ഫ്രം ഹും എന്നാൽ ആരിൽ നിന്ന്. ഫ്രം വേർ എന്നാൽ എവിടെ നിന്ന്. ഫ്രം വിച്ച് ഏതിൽ നിന്ന്. ഫ്രം വെൻ എപ്പോൾ മുതൽ. അപ്പോൾ ഫ്രം ഹും എന്നാൽ ആരിൽ നിന്ന്, ഫ്രം വേർ എവിടെ നിന്ന്, ഫ്രം വിച്ച് ഏതിൽ നിന്ന്, ഫ്രം വെൻ എപ്പോൾ മുതൽ. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.